നിർത്താതെ ശബ്ദിച്ചുകൊണ്ടിരുന്ന ഫോൺ എടുത്ത് ചെവിയിൽ വെച്ച് ദീപു പുറത്തേക്കിറങ്ങി. എന്തായി മോനെ, അവനെ കണ്ടോ? സംസാരിച്ചോ? ഓവ്, കണ്ടു, സംസാരിച്ചു. പക്ഷെ അമ്മ, അവനിപ്പോഴും ആ പഴയ ഷോക്കിൽ തന്നെയാണ്. വർഷം 3 കഴിഞ്ഞിട്ടും അവനിപ്പോഴും അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? വർഷങ്ങൾ കടന്നു പോയത് നമുക്ക് മാത്രമാണമ്മേ. അവനതെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെയാ ഇപ്പോഴും. അമ്മ വിഷമിക്കണ്ട, അവനെ ഞാൻ എങ്ങനെയെങ്കിലും പഴയതുപോലെ മാറ്റിയെടുക്കും. പക്ഷെ അമ്മ, എനിക്ക് കുറച്ച് സമയം തരണം. ദീപു മുറിയിലേക്ക് കടന്നു വരുമ്പോൾ കിരൺ സോഫയിൽ കിടക്കുകയാണ്. കിരൺ, ജോലി ഉപേക്ഷിക്കാനാണ് നിൻ്റെ പ്ലാൻ? ഉപേക്ഷിക്കണമെന്ന് എനിക്കില്ല. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ അത് പോകാനാണ് സാധ്യത. ദീപു കിരണിൻ്റെ അരികിൽ അങ്ങനെ ഇരുന്നു. കിരൺ, നീ ഇങ്ങനെ ചടഞ്ഞു കിടക്കല്ലേ, എഴുന്നേക്ക്. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല, അറിയാൻ വേണ്ടിയാണ്. അവൻ്റെ മരണമാണോ അതോ അവളാണോ നിൻ്റെ പ്രശ്നം? കിരണിൻ്റെ കണ്ണുകൾ നിമിഷ നേരം കൊണ്ട് നിറഞ്ഞു തുളുമ്പി. തീരെയും ചിന്തിക്കാതെ കിരൺ പറഞ്ഞു, രണ്ടും. കിരൺ, നീയോ ഞാനോ വിചാരിച്ചാൽ ആ മരണത്തെ തടുക്കാൻ കഴിയുമായിരുന്നു ദീപു, ഉറപ്പായും കഴിയുമായിരുന്നു. ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിലെങ്കിലും ഞാൻ അവനെ ഒരു തരിയെങ്കിലും വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഇന്നവൻ എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. കിരൺ, ഇറ്റ് വാസ് എൻ ആക്സിഡൻറ്റ്. നോ, ഇറ്റ് വാസ് എ മർഡർ. എൻ്റെ പൊന്നു കിരണേ, നീ വെറുതെ ഓരോന്ന് ഊഹിച്ചു കൂട്ടുന്നതാണ്. അല്ല ദീപു, അവനേക്കാളൊക്കെ ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. ചതിയാണെന്ന് പലവട്ടം അവൻ പറഞ്ഞിട്ടും ഞാൻ കേട്ടില്ല. ഈ കൈ കൊണ്ടാടാ ദീപു ഞാൻ അവനെ തല്ലിയത്. ആ വേദനയിലാടാ അവൻ പോയത്. റോഡിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുമ്പോഴും അവനെ വാരിയെടുക്കുമ്പോഴും അവൻ പറഞ്ഞു, അവൾ നിന്നെ ചതിക്കുവാണെന്ന്. ദീപു, അവൻ എന്നെ അവസാനമായി നോക്കിയ ഒരു നോട്ടമുണ്ട്. ആ നേരം അവൻ്റെ കണ്ണിലെ കണ്ണീരിൽ രക്തം കലർന്നിരുന്നു. ആ കണ്ണിലും അവൻ എന്നോട് കെഞ്ചുകയായിരുന്നു, എന്നെ ഒന്ന് വിശ്വസിക്കടാ എന്ന്. എങ്ങനെ മറക്കും ഞാൻ? അവന് എന്നെ ജീവനായിരുന്നുടാ. അവന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കൊടുത്ത അടിയും വാങ്ങി മിണ്ടാതെ തല താഴ്ത്തി അവൻ നടന്നപ്പോൾ അജു എന്ന ഒറ്റ വിളി മതിയായിരുന്നു, അവൻ എൻ്റെ അരികിൽ വന്നേനെ. അവനിപ്പോഴും ജീവിച്ചിരുന്നേനെ. അവൾ സമ്മതിച്ചില്ല. അത് ആക്സിഡൻ്റ് അല്ലടാ, ഞാൻ കൊന്നതാണ് അജുവിനെ, ഞാൻ കൊന്നതാ. ഹൃദയത്തിൽ വിങ്ങി നിന്ന് ദീപുവിൻ്റെ സങ്കടം ദേഷ്യമായിട്ടാണ് പുറത്തു വന്നത്. ഒന്ന് മതിയാക്ക് കിരൺ, നിൻ്റെ ഈ ഭ്രാന്ത് പറച്ചിൽ. വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി നീ നിൻ്റെ ജീവിതവും ജീവനും എല്ലാം കളയാൻ പോകുക. നീ നിന്നെ ഇങ്ങനെ നശിപ്പിക്കുമ്പോൾ ഇല്ലാതാകുന്നത് നീ മാത്രമല്ല, നിന്നെ മാത്രം സ്നേഹിച്ച് ജീവിക്കുന്ന 2 പെണ്ണുങ്ങളുണ്ട് നിൻ്റെ വീട്ടിൽ. അവരെ കൂടിയാ നീ ഇല്ലാതാക്കുന്നത്. കിരൺ, ഇപ്പോൾ നീ ചിന്തിക്കുന്നതെല്ലാം നിൻ്റെ വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ്. പക്ഷേ നീ ഇത് തുടർന്നാൽ ശരിക്കും നിൻ്റെ അമ്മയുടെ മരണത്തിന് നീ തന്നെ കാരണമാകും. അത്രയ്ക്ക് ഉരുകുന്നുണ്ടടാ ആ മനസ്സ്. അത് ഇനിയും നിനക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ നിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ദീപു, നീ എന്നെ ഒന്ന് മനസ്സിലാക്കുന്നുണ്ട് കിരൺ. നിൻ്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാകും. സ്നേഹിക്കുന്ന പെണ്ണിനെ പറ്റി ആരെന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. നീയും വിശ്വസിച്ചില്ല. അതിൻ്റെ പേരിൽ നീയും അവനുമായി വഴക്കുണ്ടായി. അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ദൈവനിശ്ചയമായിരുന്നു. ആ നേരം ഉണ്ടായ ആക്സിഡൻറ്റ് അത് ആരും ഉണ്ടാക്കിയതല്ല, സംഭവിച്ചു പോയതാണ്. അതിന് കാരണം ഒരിക്കലും നീ അല്ല കിരൺ. എടാ, നീ ഇതെല്ലാം മറന്നേ പറ്റൂ. ആ പഴയ കിരണായി നീ തിരിച്ചു വന്നേ പറ്റൂ. മറ്റാർക്കും വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയുമല്ല, നിൻ്റെ അമ്മയ്ക്ക് വേണ്ടി, നിന്നെ ജീവനായി സ്നേഹിക്കുന്ന നിൻ്റെ അനിയത്തിക്ക് വേണ്ടി, മേ ബി എനിക്ക് വേണ്ടി. പ്ലീസ്.